ഒരു വർഷത്തിന് അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മോള് പറഞ്ഞു. അവരിവിടെ അല്ല, ഇവര് ഒരുപാട് എറണാകുളത്താണ്. എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഞാനും ഗീത ചേച്ചിയും തമ്മിലുള്ള ആ സുഹൃത്ത് ബന്ധം കാരണം ഞങ്ങൾ സംസാരിച്ച് പിന്നെ മകളുമായിട്ട് ഇപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പായപ്പോൾ പറഞ്ഞു, അമ്മയുടെ ഈ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഷൊർണൂർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താണ് ചെയ്യാലോ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്, എത്ര പേരുണ്ടാവും, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് നമ്മളെന്തെങ്കിലും പിന്നീട് ചെയ്താലും ഇപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് ആളുകളുണ്ട്, വളരെയധികം കഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോഴാണ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് വന്നുപെട്ടത്. പക്ഷേ ഇത്തരം പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അത് ആര് ക്ഷണിച്ചാലും ഞാൻ മുഖം നോക്കാറില്ല, രാഷ്ട്രീയം നോക്കാറില്ല, ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല, നമുക്കൊക്കെ അറിയാം എന്നെ കുറിച്ച്. ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ചെയ്തതിൽ വളരെയധികം സന്തോഷം. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ എനിക്ക് വിഷമമില്ല. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പേരിലെങ്കിലും ഒത്തുചേരാൻ കഴിഞ്ഞാലും ഒരു എളിയ സഹായം ലഭിക്കാനിടയായതിലും വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പിന്നെ രൂപ മാഡത്തിന് എനിക്ക് പരിചയമില്ല, പക്ഷെ മാഡത്തിന്റെ അമ്മേനെ പരിചയമുണ്ട്, ഗീത അബ്രഹാമിനെ. അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഏതായാലും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. രൂപ മാഡം ഇവിടെ വന്ന് മാഡത്തിന്റെ സ്വന്തം റിസ്ക്, മാഡത്തിന്റെ സ്വന്തം റിസ്ക്, അതായത് മാഡം പിന്നെ അവരുടെ അമ്മ എന്ന് പറഞ്ഞ ലയൺസ് ക്ലബിന്റെ ഒരു റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും അതിനുശേഷം മാഡം ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തു. ഈ ഇവിടെ നമ്മുടെ കുറച്ചാൾക്കെങ്കിലും ഇങ്ങനൊരു കാര്യങ്ങള് അധികം സഹായങ്ങളും ചെറിയൊരു കിറ്റ് തരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇപ്പൊ ഇതൊരു നമുക്ക് എന്തായാലും മാഡം ആ പരിപാടി ചാരിറ്റി പ്രവർത്തനം ഞാൻ വിചാരിച്ച മാഡത്തിനോട് കൂടിയിട്ട് ഗീത മാഡത്തിനോട് കൂടിയിട്ട് അത് അവസാനിച്ചു. അല്ല, ഈ സംരംഭം രൂപ മാഡം ഏറ്റെടുത്തോട് കൂടിയിട്ട് നമുക്ക് അതിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ മാഡത്തിന് കരുത്തും ദൈവ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ ഈ ഇതിൽ സംസാരിക്കുകയാണ്. ഏതായാലും ഇവിടെ വന്ന് നമ്മുടെ ജീവൻധാരയുടെ ഓഫീസിൽ വെച്ച് തന്നെ ഇങ്ങനൊരു സംരംഭം നടത്തിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം സന്തോഷമുണ്ട്. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ വന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ മേഖല തന്നെയാണ് അവിടെ. എറണാകുളത്തും ഇത് തന്നെയാണ്. 365 ദിവസവും ഞായറാഴ്ച ഉൾപ്പെടെ എന്തെങ്കിലും നന്മയുള്ള മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിക്ക് കാരണമാകുന്ന രീതിയിലുള്ള ജീവിതം നയിക്കണമെന്നാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഓരോന്നും ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ അവിടെ ഏറ്റവും വലിയ മേഖല കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്കൂള് സമയം തീരുന്നതിന് മുൻപ് തന്നെ വന്നപ്പോൾ തന്നെ 3 സ്കൂള് സന്ദർശിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഏറ്റവും വലിയ മേഖല. ശരിക്കും ഈ ഒരു സൗഹൃദം വന്നത് ഞാൻ അമ്മയുടെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ജീവിതത്തെയൊക്കെ കുറിച്ച് കുറച്ച് ചിന്തകൾ ഷെയർ ചെയ്യാനായിട്ട് അമ്മയായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരെ തേടി അങ്ങനെ റോട്ടറി വഴി അങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ തെരഞ്ഞ് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പൊ അതില് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരാൾ നേരിട്ട് കാണുന്നത്. ബാക്കി എല്ലാവരെയും ഇങ്ങനെ ഫോൺ വഴി കോർഡിനേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ ഭൂമിയിലുള്ളത്. വളരെ കുറച്ചു പേരെ നമ്മൾ ഇങ്ങനെ മുഖാമുഖം കാണുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ദൗത്യവും ഇടപെടലും ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് നിന്ന് ഇപ്പൊ രാവിലെ ഇതിനായിട്ട് പുറപ്പെടാനും നിങ്ങളെ എല്ലാവരും കാണാനും ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു വേദി, ഇങ്ങനെ ഒരു വഴി, ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് വരിക. ഇത്രയും ഷൊർണൂർ താമസിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ നന്മ ചെയ്യണം. കാരണം നമ്മൾക്ക് ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് അർത്ഥവത്തായിട്ട് നമ്മുടെ ഒരു നമുക്ക് മാത്രമല്ല അനുഗ്രഹമാവേണ്ടത്, എല്ലാവർക്കും ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നെത്തിയത് എല്ലാത്തിനും എനിക്ക് ഇരട്ടി സന്തോഷമാണ്. ഒന്നിനും ഒരു നിരാശയോ റിഗ്രറ്റേ ഇല്ല. അയ്യോ ഇങ്ങനെ വന്നല്ലോ അങ്ങനെ ഒന്നുമില്ല, വളരെ സന്തോഷം. അപ്പം തുടർന്നും എനിക്ക് ഇങ്ങനെ നിങ്ങളെയൊക്കെ ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ഭാവിയിൽ ഞാൻ നോക്കട്ടെ, ദൈവം സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുമിച്ച് അതിനെല്ലാത്തിനും ഒരു കാരണം
സമയമുണ്ട്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഐക്യപ്പെടാം, ഒരുമിക്കാം. തുടർന്നും നമുക്ക് ഒരുപാട് നന്മയുള്ള മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരിയും സന്തോഷവുമാകുന്ന പ്രവൃത്തികൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പൊ വളരെ സന്തോഷം ഇങ്ങനെ എല്ലാവരെയും കാണാൻ സാധിച്ചപ്പോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സമാധാനവും നല്ല സുഖമായ ഉറക്കവും ആരോഗ്യവും എല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ്. നമ്മൾ വിചാരിക്കും മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്കും കുഴപ്പമില്ല, നമുക്ക് മാത്രമാണ് എല്ലാ ദുഃഖങ്ങളും. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ വെല്ലുവിളികളുണ്ട്. നമ്മൾ അത് ഓരോ ദിവസവും നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമാണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം ഇത്രയേ ഉള്ളൂ. പക്ഷെ പിന്നെ നമുക്ക് ചിന്തിക്കാം ഇത്രയെങ്കിലും ഉണ്ടല്ലോ, നന്ദിയുള്ള ഒരു ഹൃദയം. പിന്നെ നമുക്ക് വേറെ രീതി ചിന്തിക്കാം, ഇതിൽ ഒഴിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടിക്കറ്റ് എടുക്കുമ്പോഴാണല്ലോ ലോട്ടറി കിട്ടുന്നത്, അല്ലെ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ലോട്ടറി കിട്ടണം. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കുന്നില്ല. നമ്മൾ എല്ലാം ഷോർട്ട് കട്ടാണ് നോക്കുന്നത്, കുറുക്ക് വഴി. അതല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് മലയാളികളാണ്. എല്ലാ രീതിയിലും ചതിയുടെ കഥകളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നമുക്കൊരു അലസമായിട്ടുള്ള മനോഭാവത്തിൽ എപ്പോഴും നമുക്കൊരു വിക്റ്റിമായിട്ടുള്ള ഒരു മനോഭാവമാണ്. അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ, നമ്മൾ സ്വയം നമ്മളെ ഇങ്ങനെ വിക്റ്റിം, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മുടെ സമയവും എനർജിയും നഷ്ടമാകുന്നത്. നമ്മുടെ മുന്നിൽ ഭയങ്കര സാധ്യതകളാണ്. നമുക്ക് എല്ലാവർക്കും നമുക്ക് ആവുന്ന കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ നാക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മൾ എന്താണോ പറയുന്നത് നമുക്ക് ലഭിക്കും. അപ്പോൾ നല്ലത് പറയുക, നല്ല വാക്കുകൾ പറയുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും എല്ലാം അബണ്ടൻസിലുമാണ്, സമൃദ്ധിയായിട്ട് ലഭിക്കും. സമൃദ്ധിയിലും അതെപ്പോഴും നമ്മൾ നല്ല വാക്കുകൾ മാത്രം നമുക്ക് പറഞ്ഞാൽ നന്മ, വളർച്ച, ആരോഗ്യം, അനുഗ്രഹം, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അതൊക്കെ ഭയങ്കര ശക്തിയാണ്. ഇതൊക്കെ ഒരു പ്രപഞ്ച സത്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു അത് തന്നെയാണല്ലോ നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. നമ്മൾ കർമ്മ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൊതുവെ നമ്മുടെ മാനസിക ആരോഗ്യമൊക്കെ നോക്കി നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നേരത്തെ നമ്മുടെ കുടുംബത്തിൽ എല്ലാം സമാധാനവും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ആയുസിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണല്ലോ, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കാണും, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ, ഇങ്ങനെ ഒരു വേദി അല്ല ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കിയതൊക്കെ.
ഇതല്ലാതെ ജീവിതം അത്രേ ഉള്ളൂ. നമ്മളിത് കണ്ണടയ്ക്കുമ്പോഴത്തേക്കും അല്ലേ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതീക്ഷിക്കാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജീവിതം ആസ്വദിക്കുക, അർത്ഥവത്തായിട്ട് ജീവിക്കുക. മരിച്ചവരാരും മടങ്ങി വരാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ ഉള്ള നിമിഷം പ്രസന്റ് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ സമ്പത്ത്. ബാക്കി ഇപ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല. കഴിഞ്ഞു പോയതും ഭാവി രണ്ടും നിയന്ത്രണത്തിലല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുക, അപ്പൊ ഭാവി സന്തോഷമാവും. ഓക്കെ ശരി. ഓക്കെ ശരി.